നമസ്കാരം, എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നലെ നമുക്ക് ചെറിയൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അതെ, ഇന്നലെ വലിയൊരു സംഭവമായിരുന്നു ഇന്നലെ നടന്നത്. അതായത് നമ്മുടെ ലക്ഷ്മി ആദിൽ നുറയ്ക്കെതിരെ നടത്തിയ ഒരു പ്രസ്താവന ഭയങ്കര വിവാദമായിരുന്നു. പക്ഷെ അത് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ ഓണാഘോഷ പരിപാടിയാണ്, ഫുള്ള് സൗണ്ട്, ഒന്നും വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഇടായിരുന്നത്. അപ്പൊ എന്തായാലും അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ പലരും ഉണ്ട്, പല ചിന്താഗതിക്കാരും, പല ഓരോരുത്തർക്കും ഓരോ തിയറി ആയിരിക്കും ഓരോ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ. പ്രത്യേകിച്ച് ഈ LGBTQ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇതില് പലർക്കും പല രീതിയിലാണ് പറയുന്നത്. ചിലരെ അംഗീകരിക്കുന്നവരുണ്ട്, ഈ ഒരു എന്താ പറയാ ഒരു സെയിം സെക്ഷുവാലിറ്റിയിൽ വരുന്നത് ചിലർ അംഗീകരിക്കാത്തവരുണ്ട്. അങ്ങനെ പല ആൾക്കാരും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പൊ നമ്മുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ നമുക്ക് പറയാം, അതില് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ കുറച്ചുപേര് അങ്ങനെ ഞങ്ങൾ കമന്റ്സിൽ കണ്ടായിരുന്നു കേട്ടോ. അതായത് ഇപ്പൊ ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മിയുടെ അഭിപ്രായമാണല്ലോ, അപ്പൊ ആ ഒരു അങ്ങനെ വിചാരിക്കുന്ന ചിലരുണ്ടല്ലോ എന്നുള്ളത്. ഓക്കെ, അങ്ങനെ വിചാരിക്കുന്നതും അങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ പറയുന്നതിലും ഒന്നും ഒരു തെറ്റില്ല. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, രണ്ട് വ്യക്തികളെ പേഴ്സണൽ ആയിട്ടുള്ള രീതിയിലായി പോയി. അതായത് നമുക്ക് ഈ കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കാതിരിക്കാം, അത് നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്. അത് ആ പ്രസ്ഥാനം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിയിലും പറയാം, സ്വന്തം അഭിപ്രായം പുറത്തും പറയാം, അതിലും തെറ്റില്ല. പക്ഷേ നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കുറെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ നേരിടുന്ന, നമ്മുടെ സൊസൈറ്റി നേരിടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെതിരെയുള്ള പ്രസ്ഥാനം നടത്താം, പക്ഷെ അവരെ ബാധിക്കുന്ന രീതിയിലാകരുത്. കാര്യം എന്ന് പറഞ്ഞാൽ അവരെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ ഒരു പ്രസ്താവന ആവരുത് എന്നേ ഉള്ളൂ അഭിപ്രായം. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, ഒക്കെ അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് ലക്ഷ്മി സംസാരിച്ചത് തന്നെ വളരെ മോശമാകുന്ന രീതിയിലും, പിന്നെ അവരുടെ കുടുംബക്കാരെ അല്ലേ, അതായത് കുടുംബത്ത് പോലും, നിന്റെ ഒന്നും കുടുംബത്ത് പോലും ഇവളുമാരെ കേറ്റില്ല എന്നൊക്കെ പറയുമ്പോ ആ രണ്ട് വ്യക്തികളെ പേഴ്സണലി അവരെ ഹരാസ് ചെയ്ത രീതിയിലാണ് സംസാരിച്ചത്. അല്ലാതെ ആ ഒരു കമ്മ്യൂണിറ്റിയെ പറഞ്ഞ പോലെ തോന്നിയതുമില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇവിടെ അക്ബറും ലക്ഷ്മിയും തമ്മിൽ നടക്കുന്ന ഒരു വഴക്കിൽ ഇവരാരും ഇല്ല. അങ്ങനെ ഒരു സംഭവം അവിടെ വന്ന് പറഞ്ഞത് അവർക്കാർക്കും തന്നെ അത് മനസ്സിലായിട്ടില്ല. അതായത് അക്ബറിന്റെ ഉമ്മ അന്ന് വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്ക് ഇവരുടെ അടുത്ത് മിണ്ടുന്നതിന് എതിർപ്പ് പറഞ്ഞായിരുന്നു. അത് അവരുടെ അഭിപ്രായമാണ്. കാരണം പ്രായമായവരാണ്, പ്രോഗ്രസീവ് ആയിട്ട് അവരെ ചിന്തിക്കണമെന്നില്ല. ഇപ്പം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിന്ന് വരുന്നതാവുമ്പോ ആ ഒരു രീതിയിൽ ഒത്തിരി പ്രായം ചെന്നാണല്ലോ ഉമ്മയ്ക്ക്. ആ രീതി പറയുന്നത് നമുക്കിപ്പോ തെറ്റായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം അവർക്ക് അത്രേ ഉള്ളൂ, ലോക പരിചയം എന്ന് പറയുന്നത് അത് അത്രേ ഉള്ളൂ. പക്ഷെ പ്രോഗ്രസീവ് ആയിട്ട് വന്ന ഒരാൾ ഈ രീതിയിലൊക്കെ പറയുമ്പോ അത് പറഞ്ഞോ, അത് അവരുടെ വ്യക്തി ഒരു ഇതാണ്, അഭിപ്രായമാണ്. പക്ഷെ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലും അതിനും അധികാരമില്ല. അതും ആർക്കും അധികാരമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലോ അല്ലാതെ അവരുടെ നാശത്തിന് വേണ്ടിയിട്ടോ ആകരുത് എന്നുള്ളതുണ്ട്. അപ്പൊ എന്തായാലും വളരെ മോശമായിട്ടാണ് തോന്നിയത്. പിന്നെ നമ്മളിപ്പോ ഈ 2025 ഇപ്പോഴും ഈ രീതിയിലുള്ള ചിന്താഗതിയും കാര്യങ്ങളും, അതും വായിന്ന് വന്ന വേർഡ്സ് ഒക്കെ അത്രയ്ക്ക് മോശമാണ്. നമുക്ക് ഒരാൾ പറയുന്നതിന് ഒരു പരിധി ഉണ്ട്, അതൊക്കെ കടന്നിട്ടാണ് പറഞ്ഞതെന്ന് പോലെ തോന്നിയിട്ടോ. പക്ഷെ അവിടെയുള്ളവർക്ക് അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്നത്. പക്ഷെ ഇതില് രണ്ട് ഭാഗം ഉണ്ട് കേട്ടോ. ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തും ഒരുപാട് പേരുണ്ട്, അതേപോലെ തന്നെ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാതെയും ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു ഇതെന്താന്ന് വെച്ചാൽ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മിയുടെ മനസ്സിലുള്ളതായിരിക്കാം, അതൊക്കെ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഒരു കമ്മ്യൂണിറ്റിയെ പറഞ്ഞാലോ എടുത്താലോ അതൊന്നും പ്രശ്നമില്ല. പക്ഷെ രണ്ട് വ്യക്തികളെ ഇത്ര മോശമായിട്ട് പറഞ്ഞത് ഞങ്ങൾക്കും അത് ഇഷ്ടമല്ല. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഇവരുടെയൊക്കെ ഫാമിലി കാണുന്നതല്ലേ ഇതൊക്കെ. അപ്പൊ എന്തുമാത്രം അവർക്കും വിഷമം ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അവര് അതിലാണെങ്കിലും നൂറാണെങ്കിലും പറയുന്നുണ്ട്, ചിലപ്പോൾ അവരുടെ അനിയത്തിമാര് വല്ലതും കഴിഞ്ഞ നാദറയുടെ വരുന്ന പോലെ വല്ല വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്താവന ഈ ലക്ഷ്മി പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ അവരെ മാറ്റി ചിന്തിപ്പിക്കാൻ ഒരു വഴിയൊഴുക്കും. അപ്പൊ നല്ലൊരു മൊമെന്റ് ആണ് ഇവര് നശിപ്പിച്ചത്, ഇല്ലേ? ചിലപ്പോൾ ഒത്തുചേർന്നുള്ള ഒരു മൊമെന്റ് ആയിരിക്കും ഇവര് അത് നശിപ്പിച്ച കാരണമായത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതൊക്കെ വളരെ മോശമായി ഇപ്പൊ എന്തായാലും സംസാരിച്ചത്. അപ്പോ ഈ ഒരു കാര്യമായിരുന്നു ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ ഇനി ഇന്നത്തെ ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തേതെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഒരു ഫാക്ടറി ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഇന്നത്തെ ഒരു ടാസ്ക് വന്നത്. ഇത് ടോട്ടലിൽ 3 റൗണ്ട് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പൊ 2 റൗണ്ടിൽ 100 ജയിച്ചിരുന്നെങ്കിൽ അടുത്ത റൗണ്ട് കാണില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ റൗണ്ടിൽ തോറ്റുകൊണ്ട് അടുത്ത റൗണ്ട് കാണും. പിന്നെ അതേപോലെ തന്നെ 100ക്ക് മാത്രമാണ് കേട്ടോ അറിയാവുന്നത്.
അതായത് നൂറയ്ക്ക് 2 സൂപ്പർ പവർ ഉണ്ട്. അപ്പൊ അത് ഈ ടാസ്കുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവർ കൊടുത്തേക്കുന്നത്. അത് ഈ പണിക്കാർക്ക് കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ച് കൊടുത്താൽ മാത്രമേ സൂപ്പർ പവർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് വേറെ ആർക്കും അറിയത്തില്ല, നൂറയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാര്യം ഈ ടാസ്കിന്റെ മെയിൻ ഗുണം വരുന്നത് നൂറയ്ക്ക് മാത്രമാണ്. മറ്റവർക്ക് സൂപ്പർ കോയിൻ കിട്ടും, അതുവഴി മറ്റേ പണിപ്പുര ടാസ്കിൽ കയറാം എന്നുള്ളതല്ലാതെ പിന്നെ ഒരു ബ്ലാക്ക് കോയിൻ ഉണ്ട്, അത് എവിക്ഷനിലോട്ട് പോകുന്നതും അന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പം നൂറയ്ക്ക് മാത്രമേ ഉള്ളൂ ബെനിഫിറ്റ്സ്, പക്ഷെ അത് മറ്റവർക്ക് അറിയത്തില്ല. അത് അവർ ആലോചിച്ചെടുക്കണം. അത് കുറെ പേര് ആലോചിച്ചെടുക്കുന്നുണ്ട്, കുറെ പേര് ആലോചിച്ചെടുക്കുന്നു. നമുക്ക് എന്തായാലും റിവ്യൂലോട്ട് വരാം, അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോ ഇന്ന് ഡേ 38 ആണ് കേട്ടോ. അപ്പൊ ഇന്ന് ഒരു പാട്ടോട് കൂടി തന്നെയാണ് പതിവ് പോലെ തുടങ്ങിയിരിക്കുന്നത്. അതായത് നമ്മുടെ ലാലേട്ടന്റെ കസ്തൂരി എന്റെ കസ്തൂരി ആ പാട്ടായിരുന്നു. നമ്മുടെ സർക്കസ് പരിപാടിയൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും ആ പാട്ട്. അതെ, അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ രാവിലെ തന്നെ ഷാനവാസും അനീഷും കൂടി ഇരുന്നിട്ടുള്ള ഒരു സംസാരമാണ്. അതായത് ഇവരുടെ ഒരു ഗെയിം തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് ആദ്യം സ്നേഹത്തോടെ മിണ്ടും, തിരിച്ച് വഴക്കാവും, ലാസ്റ്റ് വഴക്കിട്ടിട്ട് പോവും. ഇത് തന്നെയാണ് ഇവിടെ നടന്നത്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ നിന്റെ കൂടെ പല കാര്യങ്ങൾക്ക് നിന്നിട്ടുണ്ട്, പക്ഷെ നീ അങ്ങനെ എന്റെ കൂടെ നിന്നിട്ടില്ല. അതായത് ലൈവ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നീ പല കാര്യങ്ങൾക്കും അങ്ങനെ നിന്നിട്ടില്ല, എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തില്ല, പക്ഷെ ഞാൻ പല കാര്യങ്ങൾക്കും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ നീ ഇപ്പോൾ ലാസ്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പാടില്ലാന്നിട്ട് കൂടി നീ നോമിനേറ്റ് ചെയ്ത ഒരാളാ. അപ്പൊ നീ അത് ഇവിടെ കളിക്കുന്നതല്ല, നീ അത് പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കുന്നതാണെന്ന് അറിയാവുന്ന ഒരാളാ ഞാൻ. അതെ, അതെന്താ പറയാൻ കാര്യം എന്ന് പറഞ്ഞാല്, അക്ബർ അല്ല നമ്മുടെ അനീഷ് ഷാനവാസിനെ നിങ്ങളെല്ലാം ഗെയിമാ കളിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ അടുപ്പിക്കത്തില്ല, നിങ്ങളെല്ലാം എപ്പോഴും ഗെയിം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് ഷാനവാസിനെ കുറ്റപ്പെടുത്തി. അപ്പൊ ഷാനവാസ് അത് തിരിച്ച് കൗണ്ടർ ചെയ്തതാണ്, ഞങ്ങളല്ല അനീഷാണ് എപ്പോഴും ഗെയിം എന്നും പറഞ്ഞ് ചിന്തിക്കുന്നത്, അതാണ് നീ ഇങ്ങനെ ചെയ്തത് എന്നിങ്ങനെ പറഞ്ഞ് കൗണ്ടർ ചെയ്യുന്നതാണ്. അതേപോലെ കൈ കടിച്ചതിനെ കുറിച്ച് ഷാനവാസ് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, അതെന്റെ കണ്ണിലും മൂക്കിലും കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ കടിക്കത്തില്ലെന്ന് ചോദിക്കുമ്പോ അപ്പൊ ഷാനവാസ് ചോദിക്കുന്നത്, നീ കുഞ്ഞിരിക്കുമ്പോ എനിക്കറിയോ എന്റെ ഇത് എവിടെയാണ്, നിന്റെ മൂക്ക് എവിടെയാണ്, അപ്പൊ കൈ കൊണ്ട് വെക്കുമ്പോ കയ്യാന്നറിയുമ്പോ വായിൽ വരുമ്പോ അത് കടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവരൊന്നും അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് വിളിച്ചു. അപ്പൊ ഇന്ന് 2ാം ഫാക്ടറിയുടെ ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ, നൂതില ചപ്പൽസിന്റെ ഫാക്ടറിയുടെ 2ാമത്തെ ഓർഡറും 2ാമത്തെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്, ക്യാഷ് കുറച്ചേ കൊടുക്കൂ, കൃത്യമായി കൊടുക്കുമെന്ന്. അപ്പൊ അതിനെ കുറിച്ചിട്ട് പറയാനായിട്ട് ബിഗ് ബോസ് വിളിച്ചു. അപ്പൊ ഇതിൽ പറയുന്നത്, ഗോൾഡ് കോയിൻ കയ്യിൽ വശം ഉള്ളവർക്ക് മാത്രമാണ് പണിപ്പുരയിൽ പോവാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഈ സർക്കസ് ചെയ്ത കുറച്ച് ടീമുകളുണ്ടല്ലോ, അവർക്ക് നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. കാരണം ഇത് ലേബേഴ്സിന് പണിപ്പുരയിൽ കയറാൻ പറ്റില്ല, സർക്കസിന് ഉള്ളവർക്ക് മാത്രമാണ് പണിപ്പുരയിൽ കയറാൻ പറ്റുള്ളൂ. അപ്പം ലേബേഴ്സിന്റെ കയ്യിൽ കോയിൻ ഇരുന്നതിന് അത് തിരിച്ചു കൊടുക്കും, അത് റദ്ദാക്കിയേ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോ ഷാനവാസ് കൊടുത്തിട്ടില്ല, ഒണിയിൽ കൊടുത്തിട്ടില്ല, മസ്താനി കൊടുത്തിട്ടില്ല കേട്ടോ. അതായത് ബിന്നി അനീഷിന് കൊടുക്കുന്നുണ്ട്, ജിഷൻ സാബുമാന് കൊടുക്കുന്നുണ്ട്, ലക്ഷ്മി നെവിന് കൊടുത്ത്, ആദില ഗിസൈലിനും കൊടുത്തു കേട്ടോ. അങ്ങനെ ഇവർ ഇത്രയും കൊടുക്കുന്നുണ്ട്, ബാക്കി 3 പേരും കൊടുത്തില്ല. അങ്ങനെ എന്താ കൊടുക്കാത്തതെന്ന് അറിയാൻ വയ്യ. ഇനി കരുതി ഈ സീസൺ മൊത്തം 7ന്റെ പണിയല്ലേ. അല്ല, അതായത് ലൈവില് അക്ബർ പറയുന്നുണ്ടായിരുന്നു, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് വല്ല ബെനിഫിറ്റ് വരാനാണോ എന്നറിയില്ല, ലാലേട്ടൻ ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് പറയണ്ടേ എന്ന് കരുതിയിട്ട് വെച്ചതാണ്. പക്ഷെ തിരിച്ചു വെക്കാൻ പലപ്പോഴാണ് ഇവിടെ അറിയുന്ന. കാരണം ഇത് 7ന്റെ പണിയായിട്ട് ബിഗ് ബോസിനായാലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. അപ്പോഴത്തേക്ക് ഇവിടെ അനുവിനും പ്രവീണും ഒക്കെ ഭയങ്കരമായിട്ട് കലിപ്പ് കയറിയിട്ട്, കാരണം കോയിനൊന്നും കിട്ടിയില്ലല്ലോ. അപ്പം പ്രവീൺ പറയുന്നുണ്ട്, ഇതേപോലെയുള്ള മണ്ടത്തരം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ അനുവിന്റെ അടുത്ത് പറയുമ്പോൾ അനു പറയുന്നുണ്ട്, അത് ഈഗോയാണ്, നമുക്ക് പണിപ്പുരയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഫുഡല്ലേ നമ്മൾ എടുത്തോണ്ട് വരുന്നത്, എന്നിട്ട് നമുക്ക് തന്നില്ലല്ലോ നോക്കെന്നും പറഞ്ഞിട്ട് അവർ അതിനെ കുറിച്ചൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. കാരണം അനുവിന് ഭയങ്കര കരിപ്പായി പോയിട്ടോ കൊടുക്കാതിരുന്നത്. പിന്നെ അത് ഈഗോ ആയിട്ട് തോന്നില്ലല്ലേ. അത് ഒരു ചിലപ്പോ കിട്ടിയ കയ്യിരുന്ന കോൾ അടിച്ചാലോ. ജിഷനൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഒന്നിലെങ്കിലും ഒന്നും കൊടുക്കാറെന്ന്, ഒന്നുമില്ലെങ്കിൽ ആടിനെങ്കിലും ഒന്നും കൊടുക്കാം. അതായത് നമ്മുടെ അനു ആടായിരുന്നു കൊടുക്കാറുന്നു. അപ്പൊ ഒണിയിൽ പറഞ്ഞു, ഞാൻ ആർക്ക് കൊടുത്താലും ഞാൻ ആടിന് കൊടുക്കില്ല, ആടിന്റെ പെർഫോമൻസ് കുറച്ച് മോശമായിട്ടാണ് തോന്നിയത്, അതുകൊണ്ട് കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതില് ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഗോൾഡ് കോയിൻ റദ്ദാക്കും. അതായത് ഈ ഒരു ടാസ്ക് കഴിയുമ്പോഴത്തേക്ക് ഗോൾഡ് കോയിൻ ഒക്കെ ബാലൻസ് കയ്യിലിരുന്ന റദ്ദാക്കും. പക്ഷെ ബ്ലാക്ക് കോയിൻ കയ്യിലിരിപ്പുണ്ടെങ്കിൽ അത് എണ്ണപ്പെടും. അത് മാത്രമല്ല, കൂടുതൽ ബ്ലാക്ക് കോയിൻ ലാസ്റ്റ് ഉള്ള ആള് ഡയറക്റ്റ് നോമിനേറ്റഡ് ആവും എന്നും കൂടി നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു റൗണ്ടിൽ കൊടുക്കുന്ന ഗോൾഡ് കോയിൻസ് എല്ലാം ആ ഒരു റൗണ്ടിൽ മാത്രമേ കണക്ക് കൂട്ടത്തുള്ളൂ, പിന്നെ ഒരു റൗണ്ടിലോട്ട് കണക്ക് കൂട്ടുന്നു പറയുന്നുണ്ട്. അപ്പോ ഗോൾഡ് കോയിൻ ഇപ്പൊ നിലവിൽ കയ്യിലുള്ളത്
ഉള്ളത് ആര്യൻ, സാബുമാൻ, അനീഷ്, ഗിസയിലും നെവിനും ആണ്. പിന്നെ ബ്ലാക്ക് കോയിൻ ഉള്ളത് നമ്മുടെ നൂറയുടെ കയ്യിൽ 2 ഉണ്ട്. കാരണം അത് ഇന്നലെ പണി പറ്റിപ്പോയതാണ് കേട്ടോ. ബ്ലാക്ക് കോയിനും കൊടുക്കാനായിട്ട് കുറച്ച് കഷ്ടമായിരുന്നു. അതേപോലെ ഗോൾഡ് കോയിനും വളരെ കഷ്ടപ്പെട്ടാണ്. പക്ഷെ ഗോൾഡ് കോയിൻ മാത്രമേ എടുത്തുള്ളൂ, ബ്ലാക്ക് കോയിൻ കയ്യിലിരുന്നു. അങ്ങനെ ബ്ലാക്ക് കോയിനിൽ അത് നൂറയുടേതായിട്ട് കണക്ക് കൂട്ടും. അങ്ങനെ 2 കോയിൻ തിരിച്ചെടുത്ത് കേട്ടോ. ബിഗ് ബോസ് അത് തിരിച്ചു മേടിച്ചു കൊടുക്കാത്തോണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ടും കൊടുത്തില്ല അല്ലേ? കൊടുത്തു. അല്ല, ഇന്നലെ ടാസ്കിൽ പറഞ്ഞായിരുന്നു, അല്ല ബിഗ് ബോസ് പറഞ്ഞായിരുന്നു അവസാനം കൊടുക്കാനുള്ളവർക്ക് ഒന്നുകൂടി പറഞ്ഞായിരുന്നു കൊടുക്ക്. അങ്ങനെ കൊടുത്തില്ല, അങ്ങനെ തിരിച്ചേൽപ്പിച്ചത്. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ 2 മെഷീൻ ആയിരുന്നു അവിടെ വർക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഇന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരെണ്ണം വാടകയ്ക്ക് എടുത്തതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഒരു മെഷീൻ മാത്രമേ ഉള്ളൂ, അതിലാണ് നിങ്ങൾ പണി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഇന്നലെ 2 തന്നെ കുറച്ച് പാടായിരുന്നു. അപ്പൊ ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് വിദേശത്ത് നിന്നൊരു ഓർഡർ വന്നിട്ടുണ്ട്, 50 ചപ്പലാണ് ചെയ്യേണ്ടത്. ഇന്നലെ തന്ന അതേ ടൈം ആയിരിക്കും ഒരു മെഷീൻ വെച്ചിട്ട് ചെയ്യണം. ഇതാണ് അവരുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ബിഗ് ബോസ് ഇവരെന്തെങ്കിലുമൊക്കെ ഐഡിയ ഉപയോഗിച്ച് നൂറയുടെ ഇത് കണ്ടുപിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യൂന്നൊക്കെ കരുതി. പക്ഷെ അതൊന്നും നടക്കാത്തോണ്ട് അല്ല, പക്ഷെ ഇത് ഇന്നലെ ലൈവില് തന്നെ നമ്മുടെ അഭിലാഷും ഇവരെല്ലാവർക്കും കൂടി ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നൂറയുടെ ചില ഇത് വെച്ചിട്ട് അവർ ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഉണ്ടെന്നുള്ളത് ഇവർക്കറിയാം, പക്ഷെ എന്താന്നുള്ളത് ക്ലിയർ അറിയില്ല. കാരണം എന്ത് വന്നിട്ടും നൂറ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കണം, എനിക്ക് ടൈമാണ് മെയിൻ, അല്ലാതെ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ട് ഇവർക്ക് ടൈം വെച്ചിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ട് അതാണ് ഈ അക്ബറും ഇവരെല്ലാം ഈ ഒരു രീതിയിൽ കളിക്കുന്നത്. കാരണം നൂറയ്ക്ക് ടൈമിൽ അത് തീർത്ത് കൊടുക്കാൻ പാടില്ല. മാത്രമല്ല ഈ ബ്ലാക്ക് കോയിൻ 2 നൂറയുടെ കയ്യിലിരുന്നത് എണ്ണപ്പിടിയും എന്നും കൂടെ ബിഗ് ബോസ് പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു ലൂപ്പ് ഹോൾ അതിൽ നിന്ന് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവര് ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഡിലേ വരുത്തണം, എങ്ങനെങ്കിലും പ്രൊഡക്ഷൻ ഡിലേ വരുത്തണം. അതായത് ഡിലേ വരുത്തിയിട്ടൊന്ന് നോക്കാം. അപ്പൊ നൂറ് വന്നിട്ട് ടെൻഷനായിട്ട് പെട്ടെന്ന് ചെയ്ത് പറയുകയാണെങ്കിൽ എന്തോ കാര്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാന്ന് എഴുതിയിട്ടാണ് ഇവര് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നത്. അതെ. അപ്പൊ ഈ ഒരു പ്ലാനിലൊന്നും ബിന്നിനെയും അതേപോലെ തന്നെ നമ്മുടെ ആദിലിനെയും വിളിച്ചിട്ടില്ല. കാരണം ഇവര് 2 പേരും ആദിലെന്തായാലും നൂറയുടെ കൂടെ നിൽക്കും. പിന്നെ ബിന്നി കുത്തിത്തിരിപ്പ് ആയതുകൊണ്ട് അക്ബർ ബിന്നിയും പറയണ്ട എന്നുള്ള രീതിയിലാണ് ബാക്കി ഇത്രയും പേരും കൂടെ പ്ലാൻ ചെയ്യുന്നത്. ഷാനവാസ് ആണെങ്കിൽ അവിടെയില്ല ഇവിടെയല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ജിഷൻ പിന്നെ 7 അയലത്തെ അടുക്കത്തില്ല, അതുകൊണ്ട് പിന്നെ അല്ല, ജിഷൻ അറിയില്ല. ഇവർ ഒട്ടും ചിന്തിക്കുന്നില്ല എന്താന്ന്. ജിഷനൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ, കാരണം അവർക്ക് ഒരു ബെനിഫിറ്റും ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല, നൂറയ്ക്ക് മാത്രമാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ചിലപ്പോ കൂടെ നിന്നേനെ, പക്ഷെ ജിഷൻ അറിയുന്നില്ല. പിന്നെ ജിഷനെ കൊടുത്ത് പണി ജിഷൻ ചെയ്യുന്നുണ്ട്. പറഞ്ഞാലും വിശ്വസിക്കത്തില്ല, അക്ബറൊക്കെ പറയുന്നുണ്ട് അവർ വിശ്വസിക്കത്തില്ല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ടാസ്കിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞ് നൂറ് വിളിക്കുമ്പോൾ തന്നെ അവിടെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. കാരണം ഇന്നലെ അക്ബറിന് ഒന്നും കൊടുത്തില്ല. അക്ബർ കുറച്ച് അലമ്പും കാര്യങ്ങളൊക്കെയാണ്, കുറച്ച് അഗ്രസീവ് ആയിരുന്നെങ്കിലും അക്ബറിന് കൊടുത്ത ജോബ് ആ ഒരു ക്യാരക്ടർ അക്ബർ കറക്റ്റായിട്ട് ചെയ്തു. ഒരു കോയിനെങ്കിലും അക്ബറിന് കൊടുക്കാറുണ്ട്. അത് എല്ലാവരും ചെയ്തു, എല്ലാവരും ജോലി ചെയ്തു. പിന്നെ ജിഷിനും അക്ബറും ആയിരുന്നു നല്ല ആക്റ്റീവായിട്ട് ജോലിയും ചെയ്ത്. അതിന്റെ ഇടയ്ക്ക് കുറെ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ സംസാരമൊക്കെ ഉണ്ടാക്കി. പിന്നെ എപ്പോഴും ഫുൾ ടൈം ഇരുന്ന് ചെരുപ്പൂത്തിക്കൊണ്ടിരുന്ന തന്നെ വല്ല കണ്ടന്റ് ഉണ്ടോ? അത് അപ്പൊ ടാസ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇവരെല്ലാരും കൂടി അക്ബർ മീറ്റിങ്ങിന് വിളിക്കുന്നുണ്ട്, ഒരു എംപ്ലോയീസ് മീറ്റിംഗ് എന്നുള്ള രീതിയിൽ. പക്ഷെ അതിൽ കുറച്ചുപേരെ ഇരുന്നുള്ളൂ, എല്ലാവരും ഒന്നും വരുന്നില്ല. അങ്ങനെ അവര് അപ്പൊ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് തലേദിവസം ഇവർക്ക് കോയിൻ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് സ്ട്രൈക്ക് നടത്തുവാണ് എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷ് സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറെ ബഹളം വെക്കുന്നുണ്ട്. ജിഷിൻ അതിന്റെ കയറിയിൽ തിരിച്ച് സംസാരിക്കുന്നുണ്ട്, നൂറ് അതിന്റെ കയറി പിടിക്കുന്നുണ്ട്. അതായത് അത് നടക്കത്തില്ല, നിങ്ങൾ വരണം എന്നുള്ള രീതിയിലൊക്കെ സംസാരം അങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് അക്ബർ എന്താ പറയണെന്ന് വെച്ചാൽ ഇന്നലെ ജോലി ചെയ്തിട്ട് എനിക്ക് ശമ്പളം തന്നിട്ടില്ല, ബാക്കിയുള്ളവർക്കും കുറവാ കൊടുത്തപ്പോ ജോലി ചെയ്യണോ വേണ്ടെന്ന് തൊഴിലാളി സംഘടനയാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു വഴക്കടക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബിന്നി പറയുന്നുണ്ട് തൊഴിലാളി സംഘടനയാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങളോടും കൂടെ പറയണം, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങളോടും കൂടെ ഒക്കെ പറയണ്ടേ അല്ലേ, ഇപ്പൊ ഞങ്ങൾക്കും അറിയണമല്ലോ, എല്ലാരും അറിയണമല്ലോ എന്ന് പറയുമ്പോൾ അക്ബർ തിരിച്ചു ചോദിക്കുന്നത് നീ എനിക്കെന്നുള്ള സാലറി തരാത്ത നീ എന്താ പ്രതികരിച്ചെന്ന് പറഞ്ഞിട്ട് അക്ബർ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സൈറൻ കേട്ടു. അങ്ങനെ എല്ലാരും പോകുന്നുണ്ട്. അക്ബർ ഓടി ചെന്ന് അവിടെ ഇരുന്ന കുറച്ച് സാധനങ്ങൾ പ്രോപ്പർട്ടി എല്ലാം കൂടെ എടുത്തങ്ങ് മാറ്റിയിട്ടോ. അതായത് നൂറയും വന്നിട്ട് പിടിച്ചു വലിക്കുന്നുണ്ട് ആ വള്ളി പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ.
അപ്പൊ അത് പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെ ഈ സിസർ എന്തോ കത്തി എന്തോ അക്ബറിന്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ കൈ എന്തോ മുറിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടി വലിക്ക്. പിന്നെ ഇച്ചിരി ഒരു കയ്യാങ്കളിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും ഇല്ലേ ജിഷിനും. അതില് 100 വലിച്ചപ്പോഴാണ് അക്ബറിന്റെ കൈ മുറിഞ്ഞത്. അക്ബർ അല്ല കേട്ടോ ആദ്യം വിളിച്ചത്. പക്ഷെ അക്ബർ കുറച്ച് അഗ്രസീവ് ആയിരുന്നു. പിന്നെ 100 വന്ന് വലിച്ചെടുക്കാൻ നോക്കിയപ്പോഴാണ് പറ്റിയത്. അതിന്റെ ഇടയ്ക്ക് ജിഷിൻ ഓടി വന്ന് അക്ബറിന്റെ കഴുത്തിൽ ഇങ്ങനെ ചരിച്ചു പിടിക്കുക എന്തോ ചെയ്തല്ലേ. 100 കൈയും മുറിഞ്ഞു. അങ്ങനെ രണ്ടുപേരുടെ കൈയും മുറിഞ്ഞ ലൈവിൽ അവര് പോയി ഇതൊക്കെ ഒട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കൺഫെഷൻ റൂമിൽ പോയിട്ട്. അതെ, അങ്ങനെ അവിടെ ഒരു ബഹളവും ഭയങ്കര ബഹളമായിരുന്നു ഫുള്ള്. ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു മൂർച്ചയുള്ള സാധനങ്ങളാണ് സൂക്ഷിച്ച് മാത്രം യൂസ് ചെയ്യുക എന്നുള്ളത് ബിഗ് ബോസ് പറയുന്നുണ്ട്. കയ്യാങ്കളി വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും ഇൻക്ലാബ്സ് എന്താவது വിളിച്ച് ടേബിൾ എടുത്തോണ്ട് അങ്ങോട്ട് ഇടുന്നു. ഇവർ ആ സോള് മൊത്തം എടുത്തോണ്ട് വന്ന് ഇവരൊരു ഒളിപ്പിച്ച് വെക്കുന്നു. പിന്നെ മൊത്തം ടൂൾസ് ഒക്കെ ഓരോന്നോരോന്നെടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ഷാനവാസ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ലക്ഷ്മി അഡ്വാൻസ് വേണമെന്നും പറഞ്ഞിട്ടില്ലേ. അതായത് ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവര് ഒരു ഫാക്ടറാണ്, ഇവിടെ വഴക്കുണ്ടാക്കാനല്ല നിങ്ങൾ വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ചെയ്യൂ എന്ന് പറയുമ്പോ നമ്മുടെ അക്ബർ പറയുന്നുണ്ട് ഞാനാണ് എന്റെ ഇത് എനിക്ക് ഞാൻ യൂണിയൻ നേതാവാണ്, ഞാനാണ് ഇവർക്ക് ജോബ് കൊടുക്കേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ പക്ഷെ അതിന് എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ടാസ്ക് ലെക്ചറിൽ എന്താണ് ഓരോരുത്തരുടെ ജോലി എഴുതിയിരുന്നത് അതേ കണക്ക് തന്നെ ചെയ്യണമെന്ന് പറയുമ്പോഴാണ് ഈ അക്ബർ വന്നിട്ട് പറയുന്നത് അപ്പൊ എനിക്ക് പറയാലോ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി എഴുന്നേക്കും എന്ന് പറയുമ്പോൾ ലക്ഷ്മി 100 അടുത്ത് പറയുന്നുണ്ട് എനിക്ക് ജോലി ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇവരിങ്ങനെ അക്രമരായിട്ട് നിൽക്കുന്നു, എനിക്ക് എന്റെ സേഫ്റ്റി ആണ് മെയിൻ. അപ്പൊ അഡ്വാൻസ് റാങ്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഗോൾഡ് കോയിൻ ലക്ഷ്മിക്ക് കൊടുക്കുന്നുണ്ട്, ഒന്ന് മസ്താനിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവര് ചെയ്യത്തില്ല. ഇവര് പിന്നെ അല്ലല്ല ഇത് ലൈവില് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ലക്ഷ്മി എന്താന്ന് വെച്ചാല് ഇവരെല്ലാരും കൂടെ ഒരു ടേബിളിൽ ഇരുന്നിട്ടായിരുന്നു ചെയ്യണം. അപ്പൊ ലക്ഷ്മി വേറൊരു ടേബിളിൽ പോയിരുന്നിട്ട് ചുമ്മാ മറ്റേ സാൻഡ് പേപ്പർ എടുത്ത് വെറുതെ ഇങ്ങനെ ഉറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് പണി വലുതായിട്ട് എടുക്കുന്നില്ല. അപ്പൊ 100 ഇടയ്ക്ക് പറയുന്നുണ്ട് ലക്ഷ്മി ഇവിടെ വന്നിരിക്കൂ, ലക്ഷ്മി എന്തിനപ്പുറം പോരുന്ന ചെയ്യണം, ലക്ഷ്മി പണി എടുക്കുന്നില്ല, ഉടായ്പ കാണിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് മടിച്ച് ഇപ്പുറം വന്നൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ വലിയ പണിയൊന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് അതിന് 100 പറയുമ്പോൾ ലക്ഷ്മി എന്നെ വിശ്വാസം ഇല്ലാത്തവരോട് ഞാൻ ജോലി ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ലക്ഷ്മി ഇങ്ങോട്ട് പോയത്. മാറുന്നുണ്ട് എന്റെ ഇടയ്ക്ക് അഭിലാഷ് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അതെ, പിന്നെ മസ്താനിയും പോയി. മസ്താനി ആദ്യം ഇവരുടെ കൂടെ ആയിരുന്നു നിന്നത്. പിന്നെ മസ്താനി പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ മസ്താനിയും അവരുടെ അടുത്ത് പോയി. ഇവർക്കെല്ലാം കത്തി എന്തോ ഉണ്ട്. 100 ഇത്രയും വാശിയും ഇതും കാണിക്കുന്നെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമെന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഇവര് മാറിയത്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ജിഷിൻ നല്ല രീതിക്കൊക്കെ നിൽക്കുന്നുണ്ട്. കാര്യം ഇവരെ എതിർത്തൊക്കെ ഭയങ്കര അഗ്രസീവായിട്ട് ഈ ജിഷിൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു അക്ബർ ഇച്ചിരി ഓവർ അഗ്രസീവ് ആയി പോയി. അതായത് ചിന്തിച്ച് ആലോചിച്ചൊക്കെ ടൂളൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അതായിരുന്നു അക്ബറിന് പറ്റിയ ഒരു മിസ്റ്റേക്ക്. പക്ഷെ ഗെയിം ഇങ്ങനെ തന്നെ ആയിരുന്നു കളിക്കേണ്ടതും. അപ്പൊ ഇത് കുറെ നേരം കഴിയപ്പോ നമ്മുടെ 100 വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്നാ ഒരു കാര്യം ചെയ്യാം, കാരണം 100 50 ചെരുപ്പ് തീർക്കണമല്ലോ. അപ്പം കാരണം സാധനങ്ങളൊന്നുമില്ല, എല്ലാം ഇവരുടെ അടുത്ത് മാറ്റി കുറെ സാധനങ്ങള്. അപ്പം 100 പറയുന്നത് എന്റെ കയ്യിൽ ഒരു 4-5 കോയിൻസ് ഉണ്ട്, അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുമെന്ന് നോക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് ഫുൾ കോയിനും തന്നാൽ ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ 100 ചോദിക്കുന്നത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് വിശ്വസിക്കുക, ഇവിടെയുള്ള തൊഴിലാളികളെ ഞാൻ വിട്ടുതരും, അവർ നിങ്ങൾക്ക് ജോലി ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ട് ഇവരമ്മ ഒരു കോൺവെർസേഷൻ നടക്കുമ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് കോയിൻസ് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം ടാസ്ക് കഴിഞ്ഞ ഏറ്റവും അവസാനം ബിഗ് ബോസ് പറയുമ്പോൾ മാത്രമേ കോയിൻ ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അഡ്വാൻസ് കൊടുത്ത കോയിനും ലക്ഷ്മിയുടെ നിന്ന് വാങ്ങിയെടുക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഇവര് കുറെ വർക്ക് ചെയ്തതിനു ശേഷം ഇവരാരും വർക്ക് ചെയ്തില്ല, ഇവര് മാറിയിരിക്കുവായിരുന്നു. അങ്ങനെ ബിഗ് ബോസ് എത്ര ടൈം കഴിഞ്ഞ് എത്ര ചെയ്തെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മൊത്തം 25 അല്ലേ? അല്ല, ആ ടൈം കഴിഞ്ഞ സമയത്ത് നമ്മുടെ ലൈവിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാല് ഈ 2 ടീം എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ അക്ബർ, അനീഷ് അക്ബർ, ഒണിയല്, പിന്നെ അഭിലാഷ്, മസ്താനി, ലക്ഷ്മി, ഷാനവാസ്. ഈ ഷാനവാസ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇപ്പഴത്തെ ടീം എന്ന് പറയുന്നത് നമ്മുടെ ആദില, ജിഷിൻ, ബിന്നി, 100 ഇത്രയും പേരാണ് ഉള്ളത്. അപ്പം ഇതില് ഇവര് എന്ത് ചെയ്തു അറിയാവോ? ഈ 100 ആൾക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഇവര് ചെയ്തതിന്റെ കൂടെ ബിഗ് ബോസ് എത്ര ഉണ്ടെന്ന് അനൗൺസ് ചെയ്യാൻ പറഞ്ഞോണ്ട് ഇന്നലെ ചെയ്ത് വെച്ചതും കൂടെ എടുത്ത് വെച്ചിട്ടോ. 50 അല്ല 60 72ഓളം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവര് പ്രശ്നം ഉണ്ടാക്കി. അതായത് അത് ഇന്നലെ ചെയ്തതാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു ഇന്ന് ചെയ്തത് മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ 100 കുറേ പറയുന്നുണ്ട് കേട്ടോ ബിഗ് ബോസിന്റെ അടുത്ത്. അതായത് ഇത് കമ്പനി ഓർഡർ വന്ന് പോവാതിരുന്നത്, അപ്പൊ എനിക്ക് ഇവിടെ ഗോഡൌണിൽ സ്റ്റോക്ക് കിടക്കുന്നതും കൂടെ ഒക്കെ എടുത്ത് വെക്കാലോ എന്നൊക്കെ പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നത് അതൊന്നും പറ്റില്ല, ഇന്ന് നമ്പർ ഇട്ട് നോക്കി 50 ആക്കി വിടാനായിട്ട്. പക്ഷെ ഒന്നും നടന്നില്ല. ലാസ്റ്റ് 25 ഇല്ലേ 25 ഉള്ളായിരുന്നു.
അങ്ങനെ ടാസ്കിൽ തോറ്റ് അങ്ങനെ എല്ലാവരും വന്ന് ലിവിംഗ് റൂമിൽ ഇരിക്കാൻ പറയുന്നത് ഗോൾഡ് കോയിൻ ഇല്ലേ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പം വെളിയിൽ സർക്കസ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക, അവർ പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ലൈവില്. അങ്ങനെ ഇവരെല്ലാരും വന്നിട്ട് ഗോൾഡ് കോയിൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ സമയത്താണ് അകത്ത് അവിടെ നമ്മുടെ നിവിൻ ഇരുന്നിട്ട് ഗിസേലിനെ പൊക്കി അനുവിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നടന്ന് ഇങ്ങോട്ട് വരുമ്പോ അനീഷ് പറയുന്നുണ്ട് വാക്കുകൾ കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് നെവിൻ പറയുന്നുണ്ട് എന്തു സൂക്ഷിക്കാനാ, അവർക്ക് എന്റെ വാക്കിന്റെ പ്രശ്നമല്ല, കേൾക്കുന്നവന്റെ ചെവിയിലാണ് ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പറയുന്നുണ്ട്. എന്റെ പേരെന്റെ അർത്ഥം അറിയോ, കൊടുങ്കാറ്റെന്നാണെന്നൊക്കെ പറയുമ്പോ നമ്മുടെ അനീഷ് പറഞ്ഞു അതെങ്ങനെ ആഡിയോ അല്ലേന്ന് അവിടെ ചെറിയൊരു കോൺവെർസേഷൻ മുമ്പൊക്കെ ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കണ്ടന്റിന് വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. ഓവറായിട്ട് വെറുപ്പിക്കുന്ന കണ്ടറിയാം. അതെ. അപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇവര് വീട്ടില് വരുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും നിർത്തി വെച്ചിട്ട് ലിവിംഗ് റൂമിൽ വരും. നിർത്തി വെച്ചെന്നാണ് ടാസ്ക് കഴിഞ്ഞു കേട്ടോ, 25 പേർപ്പേ പറ്റുള്ളൂ. അപ്പോ ഇവർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ലിവിംഗ് റൂമിൽ വന്നിരിക്കുമ്പോ കോയിൻസ് വിതരണം ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ കയ്യിലുള്ള 9 കോയിൻ നൂറ ജിഷിന് 3, ബിന്നിക്ക് 3, ആദിലയ്ക്ക് 3 ഈക്വൽ ആയിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതില് നൂറ് പറയുന്നത് വെച്ചാൽ എന്റെ ഫാക്ടറി ഇങ്ങനെ പോവാറായ സമയത്ത് ഇവരാണ് നല്ല രീതിയിൽ നിന്ന് നോക്കിയത്, അതുകൊണ്ടാന്ന് പറയുന്നത്. അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി ബ്ലാക്ക് കോയിൻ വിതരണം ചെയ്യാം, 3 ബ്ലാക്ക് കോയിനാണ് കയ്യിലുള്ളത്, വിതരണം ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അക്ബറിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ നൂറ പറയുന്നുണ്ട് ഭയങ്കരമായ ജോലിക്ക് തടസ്സം ഉണ്ടാക്കിയ ഒരാളായിരുന്നു എന്ന് പറയുമ്പോൾ അക്ബർ ക്യാഷ് കൃത്യമായിട്ട് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു അടിയും വഴക്കും ഇവർക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഒരു കോയിൻ അക്ബറിനും കൊടുത്തു, 2 കോയിൻ അഭിലാഷിനും, ബ്ലാക്ക് കോയിൻ അഭിലാഷിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവര് വിചാരിച്ചത് ഈ ബ്ലാക്ക് കോയിൻ കിട്ടുവാണെങ്കിൽ, അതായത് ഈ സ്ട്രൈക്ക് ഒക്കെ ചെയ്തതായാലും ബ്ലാക്ക് കോയിൻ കിട്ടൂല, കിട്ടുമായിരുന്നെങ്കിൽ സർക്കസുകാർക്ക് കൊടുക്കാം, അങ്ങനെ പണി കൊടുക്കാന്നും പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. പക്ഷെ ലാസ്റ്റ് അങ്ങ് പാളിപ്പോയി, സർക്കസുകാർക്ക് അത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോ അങ്ങനെ പക്ഷെ ഇതിലൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ ബ്ലാക്ക് കോയിന് 100 കൊടുക്കുമ്പോ ഇവർക്ക് വാങ്ങാതിരിക്കാൻ പറ്റുമോ? കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാം 100 നാളെയെല്ലാം കൊടുത്തു തീർന്നിട്ട് 100 എവിക്ഷനിൽ നിന്ന് ഒഴിവാവൂല്ലോ. അതെ അതെ. അപ്പൊ അതെന്താണെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ എന്നാലും സൂപ്പർ പവർ പോകും തോന്നുന്നു. അതെ, നാളെ ജയിച്ചാൽ കിട്ടും. അങ്ങനെ നിലവില് അക്ബറിന് ഒരു ബ്ലാക്ക് കോയിൻ ഉണ്ട്, 100ക്ക് 2 ഉണ്ട്, അഭിലാഷിന് 2 കോയിൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് അവരുടെ ആ ഒരു ഇത് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ബേബി സർക്കസിന്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്നലെ നടന്നതെല്ലാം തിരിച്ച് ചെയ്യണം. അതായത് ഗോൾഡ് കോയിൻ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞത്. ഇന്നലെ ആനിമലായ 6 പേര് തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. പക്ഷെ അവര് ജസ്റ്റ് ഒന്ന് മാറിയിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയാന്ന് വെച്ചാല് സിംഹം ആടാവണം, ആട് നായ ആവണം, നായ കുരങ്ങനാവണം, കുരങ്ങൻ ആനയാവണം, അങ്ങനെ മാറി ചെയ്യണം. അതായത് അവർ ചെയ്ത ടാസ്ക് ഇന്ന് മാറി ചെയ്യണം എന്ന രീതിയിലാണ്. അങ്ങനെ അനീഷ്, സാബുവൻ അവരുടെ റോള് തന്നെ സെയിം തന്നെയാണ്, റിംഗ് മാസ്റ്റർ, ഹെൽപ്പർ എന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ആനയ്ക്കും പുതിയ ടാസ്ക് കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആട് അനു ആയിരുന്നു റിംഗിൽ ചാടുന്ന ടാസ്കാ ചെയ്തത്, പിന്നെ ബോൾ ചാടി പിടിക്കുന്നതും. പിന്നെ കുരങ്ങൻ നെവിനായിരുന്നു, ചാടി നടക്കുന്നതായിരുന്നു. പിന്നെ നായ ആര്യനായിരുന്നു, ആപ്പിൾ വെച്ച് സൈക്കിൾ ഓടിച്ച് ഇന്നലെ നെവിൻ ചെയ്തത് തന്നെ. ആര്യൻ നല്ലതാണ്, വാലാട്ടത്തൊക്കെ രസമുണ്ടായിരുന്നു കാണാൻ. എന്നെ സിംഹം ഗിസേലായിരുന്നു, സിംഹിണി ഗിസേലായിരുന്നു, റാംബാക്കും കാര്യങ്ങളും. അത് വലിയ രസമായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രവീൺ കഴുതയായിരുന്നു, ബോൾ എടുത്ത് വെച്ച് സ്റ്റാൻഡിൽ വെച്ച്, അത് ഇച്ചിരി മെനക്കെട്ട ടാസ്ക് തന്നെയായിരുന്നു. ആന രണയായിരുന്നു, കപ്പ് വെച്ച് ഉള്ള ടാസ്ക്, കപ്പ് വീഴാതെ അടുക്കി വെക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അതിന് ഇവരൊക്കെ നല്ലോണം ചെയ്തു. ഇപ്പൊ നോക്കുമ്പോൾ ഗിസേലിന്റെ ടാസ്ക് ആയിരുന്നു, അത്ര വലിയ ഇതില്ലായിരുന്നതെന്ന് തോന്നി. പിന്നെ കോയിൻ കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഇവരെ ഇഷ്ടപ്പെട്ടവർക്ക് മറ്റേ കോയിൻ കൊടുത്തിരിക്കും. ഇവരെല്ലാം കോയിൻ കൊടുത്ത് തീർത്തു കേട്ടോ. കാരണം കൈയിരുന്നാ വെറുതെ പോത്തല്ലേ ഉള്ളൂ, ഇത് പണിപ്പുരയിൽ കയറാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പൊ ബിന്നി പ്രവീണിനും ആര്യനും അനുവിനും കൊടുക്കുന്നുണ്ട്. അതേപോലെ ജിഷിൻ അനീഷിന് ആര്യനും അനുവിനും കൊടുക്കുന്നുണ്ട്. ആദില അനുവിനും പ്രവീണും സാബുമോനും കൊടുക്കുന്നുണ്ട്. ഇത് ഗിസേലിന് ആരും കൊടുത്തിട്ടില്ല. അതിന്റെ ഒരു കലിപ്പ് പുള്ളിക്കാരിയുണ്ട്. അതിന്റെ കലിപ്പ് തീർക്കുന്നത് കിച്ചണിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ്. അതെന്തായാലും പിന്നെ പറയാം. പിന്നെ കാണിക്കുന്നത് ഗിസയിലും അക്ബറും പ്രവീണും ബിന്നി എല്ലാരും കൂടെ കിച്ചണിൽ നിൽക്കുന്നതാണ്. അപ്പൊ ഇതില് ഗിസയിലും ഒന്നും കിച്ചൺ ടീം അല്ല കേട്ടോ, വാഷ്റൂം ആണ്. എന്നിട്ട് എന്താണ് അവിടെ നിന്ന് എന്തോ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ അവിടെ നിന്ന് എന്തോ ഒന്ന് ഗിസയിൽ ഉറക്കെ പറഞ്ഞു നമ്മുടെ അക്ബറിന്റെ അടുത്ത്, അതെനിക്ക് വേണ്ടുന്നില്ല, അപ്പൊ വെള്ളത്തിൽ കൊണ്ടുപോയി ഇടേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബിന്നി അവിടെ നിന്ന് പറഞ്ഞ് ഇവിടെ കിച്ചണിൽ നിൽക്കുമ്പോൾ വഴക്കണം. ബിന്നി മൊത്തത്തിൽ ട്രാക്ക് മാറി കേട്ടോ. ബിന്നിയുടെ ആണെങ്കിലും റെനയുടെ ആണെങ്കിലും ഫുള്ള് ട്രാക്ക് മാറി. അവരിപ്പം ഒറ്റയ്ക്ക്, അതായത് ഇവര് രണ്ടുപേരും കൂട്ടം കൂടി എന്നാണ് കളിക്കുന്നത്.
അത് അല്ല ബിന്നി ട്രാക്ക് മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിന്നി വെളിയിലെ കാര്യങ്ങൾ ഒരുവിധമൊക്കെ ഇവരെല്ലാം അറിഞ്ഞു. ഗിസേലിന്റെ കൂടെ നടക്കുന്നത് എങ്ങനെയാണ് പാവാട ടീംസ് എന്നുള്ള പേരും എല്ലാ സൈഡും എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് മാറുന്നത്. അപ്പൊ അങ്ങനെ അവിടെ ഒരു വഴക്ക്. അപ്പൊ ബിന്നി പറയുന്നുണ്ട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഗിസേൽ പറഞ്ഞു പിന്നെ അതെന്താ ഇവിടെ ബഹളം വെച്ചാല്, ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, ഇവിടെ ആർക്ക് എപ്പം വേണമെങ്കിലും ബഹളം വെക്കാം, അങ്ങനെയൊന്നും ഇല്ല, ഇവിടെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പറയുമ്പോഴത്തേക്ക് നീ ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് നോക്കുമെന്ന് പറയുമ്പോൾ ബിന്നി എന്ത് ചെയ്തെന്നറിയോ, ഈ ഗിസയിൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന 2 പാത്രം എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പം അതെങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞാൽ പ്രവീൺ വരുന്നുണ്ട്. കുഴപ്പമില്ല നമുക്ക് പറയാം, അതായത് പ്രവീൺ ആണ് കിച്ചൺ ക്യാപ്റ്റൻ. അപ്പൊ പ്രവീൺ വന്നിട്ട് നമുക്കത് മാറ്റാം എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയൊരു വഴക്ക് കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഈ ഫുഡ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പ്രവീൺ പറയുന്നുണ്ട് ജിഷിന് വേണ്ടിയിട്ടാണ്, കാരണം ജിഷിന് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, അപ്പം രാത്രി 2 ചപ്പാത്തി വേണോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു റെന ഫാത്തിമയൊക്കെ വന്നിട്ട് ഭയങ്കര വഴക്ക് കിടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ബിന്നി പറയുന്നത് കിച്ചണിൽ വെച്ചിട്ട് വഴക്കുണ്ടാക്കാൻ പാടില്ല, ഗിസേലിന്റെ വായിന്ന് 1-2 വാക്കം കണ്ടേ വന്നിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ബിന്നിയും റെനയും കിടന്ന് കിച്ചണില് ഫുള്ള് വഴക്കായിരുന്നു കേട്ടോ. പക്ഷെ അവരുടെ ഭാഗത്താണ് ന്യായം. കാരണം പിന്നീട് അവരൊന്ന് സംസാരിക്കുന്നുണ്ട്, റെനായും ബിന്നിയും കൂടി ഇന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതില് ബിന്നി പറയുന്നുണ്ട് എപ്പോഴും ഇവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഫുഡ് കുക്ക് ചെയ്യും, ഫുഡ് അല്ലെങ്കിൽ എഴുതി നമ്മൾ മിണ്ടാതിരിക്കും, പക്ഷെ നമ്മുടെ തലയിൽ കയറാൻ വന്നാൽ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പറയാം, അതായത് മുന്നേ ഇത് സരികയിൽ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗിസയിലും ആര്യനും ഒക്കെ അന്ന് അവർ കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് പോയി എടുത്ത് ആലു പൊറോട്ട, അന്നും ആലു പൊറോട്ട ഉണ്ടാക്കി കഴിക്കുന്നു, അതേപോലെ തന്നെ സ്പെഷ്യൽ ബൗളിൽ എടുത്ത് കഴിക്കുന്നു, ഇവർക്ക് പ്ലേറ്റ്സിലൊക്കെ കൊടുക്കുന്നു. അപ്പൊ ഇന്ന് തന്നെ ബിന്നി വന്നിട്ട് ആര്യന്റെ ഒക്കെ ഇതിൽ നിന്ന് കുറച്ച് കറി എടുത്ത് മാറ്റി, കാരണം കുറേ കറി അവർക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് ബിന്നിക്കും റെന ഫാത്തിമയ്ക്കും ഉള്ള കറി ഇല്ല, അങ്ങനെ കുറച്ച് കറിയൊക്കെ എടുത്ത് മാറ്റിയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഒരു ചെറിയ ഫുഡിന്റെ പ്രശ്നമാണ്. അപ്പം ആര്യനും ഗിസയിലും പറയുന്നത് എന്താന്ന് വെച്ചാൽ രാത്രി ചോറ് തികഞ്ഞില്ല, അവർക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് അവർ ചെയ്തത്. ആര്യം പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ പരിപ്പും ഉരുളക്കിഴങ്ങ് അറിയൊക്കെയല്ലേ കൂട്ടി, അപ്പൊ അതിലൊരു ഉരുളക്കിഴങ്ങ് ഞങ്ങൾ എടുത്തുന്നേ ഉള്ളൂ, ചപ്പാത്തി ചെയ്ത് കഴിച്ചു. അങ്ങനെയല്ലല്ലോ കാര്യം ഓരോന്ന് അങ്ങനെ ചിന്തിച്ച് ചെയ്യാന്നതിനോ, പിന്നെ അതുപോലെ ജിഷിന് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അപ്പോഴും ആര്യനും ഗിസയിലും കഴിച്ചിട്ടില്ലെന്ന് ഒന്നും പറഞ്ഞിട്ടുമില്ല. അല്ല ഇത് ആദ്യമായിട്ടല്ലല്ലോ കംപ്ലൈന്റ് ആദ്യമായിട്ടല്ല, ഇനി മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇനി മുമ്പ് ആരെങ്കിലും മൈൻഡ് ചെയ്ത് ഫുഡിന്റെ കാര്യമായോണ്ട് പറഞ്ഞ നാണക്കേടാന്നുള്ള രീതിയിൽ മിണ്ടായി, എത്രയെന്ന് പറഞ്ഞ മിണ്ടായിരിക്കും. അതെ, ഇവിടെ ആർക്കും ഒരു പ്രിവിലേജ് ഇല്ലല്ലോ, അത് സംസാരിക്കുന്നത് നല്ല കാര്യം തന്നെയാ. കാരണം പക്ഷെ ഇതൊക്കെ ഉറക്കെ അവരോട് സംസാരിച്ച് വോയിസ് ഉയർത്തി ചോദിക്കണം, ചെയ്യുന്ന സമയത്ത് നിർത്തണം, അല്ലാതെ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുകയല്ല വേണ്ടത്. അപ്പൊ എന്തായാലും അത്രയൊക്കെ നടന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസും അതിലെ നൂറയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോ ഷാനവാസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്ക് തൊഴിലാളി ഒരു യൂണിയൻ നേതാവ് തീരുമാനിക്കുന്ന കാര്യത്തിൽ, അപ്പൊ എനിക്ക് എന്റെ തൊഴിലാളി എന്നുള്ള നിലയിൽ യൂണിയന്റെ കൂടെ നിൽക്കണം, പക്ഷെ എനിക്ക് തന്ന കമ്പനി അന്നം തരുന്ന എന്റെ കമ്പനിക്കെതിരെ ഞാൻ നിൽക്കില്ല. അപ്പൊ അവിടുന്ന് പല ഹിന്റുകളും ഞാൻ എടുക്കുകയൊക്കെ ചെയ്തിട്ടും നൂറ ഒരു ഗോൾഡ് കോയിൻ പോലും ഇന്ന് കൊടുത്തില്ല എന്നാണ് നമ്മുടെ ഷാനവാസ് പറയുന്നത് കേട്ടോ. അതായത് ഷാനവാസ് അതായി ഞാൻ ഫേവർ ചെയ്ത് അതുകൊണ്ട് ഗോൾഡ് കോയിൻ കിട്ടിയില്ല എന്ന് പറയുന്നത്. പക്ഷെ നൂറെ സംബന്ധിച്ച് ഈ സാധനം എങ്ങനെയെങ്കിലും തീർക്കുന്നവർക്കേ ഗോൾഡ് കോയിൻ കൊടുക്കും. അല്ല, ഇപ്പൊ ഫേവർ ചെയ്യേണ്ട കാര്യം എന്താ, പോകുന്ന ഷാനവാസിന് ജോലി ചെയ്തുകൂടായിരുന്നോ? അതെ തന്നെ, ഒന്നെങ്കിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, രണ്ടും ചെയ്യാതിരുന്നിട്ട് ഗോൾഡ് കോയിൻ പിന്നെ അതൊരു ടാസ്ക് അല്ലേ, അവർക്കും എന്തെങ്കിലുമൊക്കെ മൈൻഡിൽ കാണുമല്ലോ. അപ്പൊ ഷാനവാസ് ഇവിടെ ഇല്ല അവിടെ ഇല്ല എന്നുള്ള രീതിയിലായി നിൽക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു ടാസ്ക് കഴിയുമ്പോൾ അല്ലെങ്കിൽ ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് ഏത് സൈഡാണോ നല്ലത് ആ സൈഡിലേക്ക് ഞാൻ ഇവരുടെ കൂടെ ആയിരുന്നു പറയാം, അല്ലെങ്കിൽ ഇപ്പുറത്താണെങ്കിൽ ഇപ്പുറമായിരുന്നു നിന്നേന്ന് പറയാമല്ലോ. എന്തായാലും ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അക്ബർ പക്ഷെ ഗെയിം നല്ല കേറി വരുന്നുണ്ട്. കയ്യാങ്കളിയും പ്രശ്നങ്ങളും സംസാരവും ഉണ്ട്. ഇന്നലെ തന്നെ ആണെങ്കിലും ലക്ഷ്മി എടുത്ത് മടിക്കാൻ, അതൊക്കെ മോശം സംസാരമാണ്. അല്ല, പിന്നെ അക്ബറിന്റെ ഇവരെയൊക്കെ ഒരു കാര്യം പറയാനാണെങ്കിൽ നന്നായി, കാരണം ഇന്നലെ ഭയങ്കര ബോറായിരുന്നു ലൈവ് കാണാൻ. അപ്പം ഇതിപ്പോ 3 വട്ടം നൂറയ്ക്ക് ചപ്പലുണ്ടാക്കി കൊടുത്ത് തീർന്നു കഴിഞ്ഞാൽ നൂറയ്ക്ക് ബെനിഫിറ്റ് കിട്ടും. അപ്പൊ ഇത് ലൂപ്പ് ഹോള് കണ്ടുപിടിച്ച് മനസ്സിലാക്കി കളിച്ച് ഇന്ന് അതുകൊണ്ട് ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. അപ്പൊ നാളെ ഇനി എന്താവും അറിയില്ല. അപ്പൊ നാളത്തെ കാണാൻ പറയാം. എന്തായാലും ലൈവും ഒരു രസമൊക്കെ ഉണ്ട്. ഇത്രയും കണ്ടന്റ് കിട്ടിയത് അക്ബറും ഈ അഭിലാഷും ഒക്കെ കാരണമാണ്. ഇനിയിപ്പോ നാളെ അറിയോന്ന് അറിയില്ല, നാളെ ടാസ്ക് തീരും. അപ്പൊ നാളെയാണ് നൂറയ്ക്ക് മാത്രമേ ഇതിൽ ബെനിഫിറ്റ് ഉള്ളൂ എന്ന് അറിയുമ്പോഴായിരിക്കും. ഇന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടിലും ഇവർക്കാ പണി കിട്ടിയത്, സ്ട്രൈക്ക് ചെയ്ത ടീമിനാ പണി കിട്ടിയത്. കാര്യം ബ്ലാക്ക് കോയിനും കിട്ടി, പിന്നെ നാളെ ടാസ്ക് ഉണ്ട്. ഇന്ന് ടാസ്ക് ഇന്നുകൊണ്ട് നിർത്തുവായിരുന്നെങ്കിൽ ബെനിഫിറ്റ് ആയിരുന്നു, പക്ഷെ നാളെ ടാസ്ക് ഉണ്ട്. അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഇവർക്ക് കിട്ടിയില്ല. അവർക്ക് മനസ്സിലായതും ഇല്ലെന്ന് തോന്നില്ലേ, അങ്ങനെ സംഭവം ഇല്ലെന്ന് വിചാരിച്ചാണ്. ചിലപ്പോ നാളെ ടാസ്ക് ചെയ്ത് ചിലപ്പം ഇത് നൂറയ്ക്ക് സൂപ്പർ പവർ തിരിച്ച് കിട്ടാം, ഇല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ പണി കൊടുക്കാം ചിലപ്പോ. അപ്പൊ എന്തായാലും
അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ എപ്പിസോഡ് റിവ്യൂ. അപ്പൊ ഇന്നലെ ഇടാൻ പറ്റാത്തതിൽ വളരെയധികം ഇല്ലേ ഇന്നലെ വലിയൊരു സംഭവമായിരുന്നു നടന്നത്, പറയാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പം ഇഷ്ടമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. അതുവരെയും ബൈ.